നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ക്രാച്ചിനെ കുറിച്ചാണ്. സ്ക്രാച്ച് 2 എന്ന് പറയുന്ന വേർഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്കറിയാം, ഈ സ്ക്രാച്ച് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ആധുനിക സാങ്കേതിക ലോകത്ത് ഓട്ടോമേഷൻ ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. ഈ എല്ലാ ഓട്ടോമേഷൻ്റെ പിന്നിലും ചെറുതും വലുതുമായ ചില കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളാണ്. നിങ്ങൾക്കറിയാം, അത് എല്ലാ ഓട്ടോമേഷൻ്റെ പിന്നിൽ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ചില കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളൊക്കെയാണ്. കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്രോഗ്രാമുകൾ അടിസ്ഥാനമാക്കിയാണ്. അത് നിങ്ങൾക്കറിയാം അല്ലേ? കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളെല്ലാം പ്രോഗ്രാമുകൾ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ബാലപാഠങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു ബ്ലോക്ക് അധിഷ്ഠിത വിഷ്വൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് വലിയ ഫങ്ഷനെ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം പ്രോഗ്രാമിംഗ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ലളിതമായ രീതിയിൽ ഒക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്ക് അധിഷ്ഠിത വിഷ്വൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ലൈൻ ഫോളോവർ റോബോട്ടുകളെ കാണാം. ഒരു ലൈൻ ഫോളോവർ റോബോട്ട് പ്രവർത്തിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. നോക്കൂ, ആ ലൈൻ തെറ്റാതെ റോബോട്ട് അത് ഫോളോ ചെയ്യുന്നത് കണ്ടോ? ലൈനിലൂടെ മാത്രമാണ് റോബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ലൈൻ ഫോളോവർ റോബോട്ട്. അതൊരിക്കലും ലൈനിൽ നിന്ന് വിട്ടു പോവാതെ അതിലൂടെ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇത്തരം പ്രോഗ്രാമുകളെ നിർമ്മിക്കാൻ കഴിയുമോ? നമുക്ക് നോക്കാം. നമുക്കിനി സ്ക്രാച്ച് തുറക്കാം. ആപ്ലിക്കേഷൻ, പ്രോഗ്രാമിംഗ്, സ്ക്രാച്ച് 2 എന്ന് പറയുന്ന ഒരു വേർഷൻ. സ്ക്രാച്ച് 2 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന് മുൻപത്തെ വേർഷൻ സ്ക്രാച്ച് ഉണ്ട്, സ്ക്രാച്ച് 2 ഉണ്ട്. ഇപ്പോൾ 2019 സ്ക്രാച്ച് 3 എന്ന് പറയുന്ന വേർഷനൊക്കെ ഇറക്കിയിട്ടുണ്ട്. 2020 ഡിസംബർ ആകുമ്പോഴേക്കും അത് പ്രാവർത്തികമായി പുറത്തിറങ്ങും. നമ്മൾ സ്ക്രാച്ച് 2ലാണ് ചെയ്യാൻ പോകുന്നത്. സ്ക്രാച്ച് 2 തുറക്കുകയാണ്. നോക്കൂ, ഇതാണ് സ്ക്രാച്ച് 2ൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടായിരിക്കും. ഇവിടെ പ്രോഗ്രാമിംഗ് ബ്ലോക്ക് പാലറ്റ് എന്ന് പറയുന്ന മധ്യഭാഗത്താണ് അത് കാണുന്നത്. പ്രോഗ്രാമിംഗ് ബ്ലോക്ക് പാലറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ പ്രോഗ്രാമിംഗ് കോഡുകൾ എഴുതുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. കോഡ് ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ സ്റ്റേജ്, ഇതിനാണ് സ്റ്റേജ് എന്ന് പറയുക. ഇത് സ്പ്രൈറ്റാണ്. അപ്പോൾ ഈ സ്പ്രൈറ്റ് നമുക്കിതിനെ മാറ്റാൻ കഴിയും. സ്പ്രൈറ്റുകളെ നമുക്ക് ഒഴിവാക്കി പുതിയ സ്പ്രൈറ്റിനെ കൊണ്ടുവരാനും ഒക്കെ കഴിയും. പിന്നെ ഇവിടെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നതുണ്ട്. അതായത് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ബാക്ക് ഡ്രോപ്പുകളാക്കി നമുക്കിതിലേക്ക് കൊണ്ടുവരാം. അത് ഇവിടെ നിന്നാണ്. ഇവിടെ ഇമേജുകൾ, ബാക്ക് ഡ്രോപ്പ് ഫ്രം ലൈബ്രറി, ഇതിനകത്ത് തന്നെ, ഈ പ്രോഗ്രാമിങ്ങിനകത്ത് തന്നെ പലതരത്തിലുള്ള, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടുകൾ എടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ബാക്ക് ഡ്രോപ്പുകളെ വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാം. ഇനി അതല്ല, ഓൺ ദ സ്പോട്ടിൽ നമുക്ക് അതിന് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ബാക്ക് ഡ്രോപ്പുകളെ ഫോട്ടോ എടുത്ത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ സ്പ്രൈറ്റുകളാണ്. ഇതാണ് സ്പ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ സ്പ്രൈറ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ന്യൂ സ്പ്രൈറ്റിനെ നമുക്ക് കൊണ്ടുവരാം. അതും ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രോഗ്രാമിങ്ങിൽ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡയറക്ടറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈബ്രറിയിലുള്ള സ്പ്രൈറ്റുകളെ കൊണ്ടുവരാം. പലതരത്തിലുള്ള സ്പ്രൈറ്റുകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതാ പലതരത്തിലുള്ള കാറ്റഗറി, എല്ലാ കാറ്റഗറി, ആനിമൽസ്, ഫാൻറ്റസി, ലെറ്റേഴ്സ്, പലതരത്തിലുള്ള സ്പ്രൈറ്റുകളുണ്ട്. ഇതിലെ സ്പ്രൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫയലിൽ നിന്നുള്ള സ്പ്രൈറ്റുകളെ ഉൾപ്പെടുത്താം. ഫോട്ടോ എടുത്തും സ്പ്രൈറ്റുകളെ നമുക്ക് ഉൾപ്പെടുത്താം. ഇത് കോഡുകളാണ്. സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള മോഷൻ ബ്ലോക്കുകളാണ് ഈ സാധനങ്ങളെല്ലാം. ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. ഏതൊക്കെ
ബ്ലോക്കുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ സ്ക്രാച്ച് 2 വരുന്ന ബ്ലോക്കുകളാണ് ഇതൊക്കെ. അതിൻ്റെ കാറ്റഗറി മോഷൻ, ലുക്സ്, സൗണ്ട്, പെന്ന്, ഡാറ്റ, ഇവൻസുകൾ, കൺട്രോൾ, സെൻസിങ്, ഓപ്പറേറ്റേഴ്സ്, മോർ ബ്ലോക്ക് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ബ്ലോക്കുകളാണ് ഇതുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മോഷൻ എല്ലാ മൂവ്മെൻറ്റുകളെയും കാണിക്കുന്നത്. ലുക്സുകൾ, അതായത് സ്പ്രൈറ്റിൻ്റെ പല തരത്തിലുള്ള വിഷ്വലുകളാണ് ഇവിടെ ഉള്ളത്. ഭാവം മാറുന്നതിനനുസരിച്ച് നമുക്ക്, അതായത് സീനൊക്കെ മാറുന്നതിനനുസരിച്ച് സ്പ്രൈറ്റുകളുടെ ലുക്ക് മാറ്റാൻ കഴിയും. സൗണ്ടുകൾ നമുക്കിതിൽ ചേർക്കാൻ കഴിയും. ഓഡിയോ സീക്വൻസുകളാണ് ഇതുള്ളത്. പിന്നെ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ച് ചേർക്കാൻ കഴിയുന്ന പെൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്കുണ്ട്. വേരിയബിൾസ് കൊടുക്കുന്ന ബ്ലോക്കുകളുണ്ട്. ഇവൻറ്റുകൾ, ഫസ്റ്റ് നമ്മൾ ഇവൻറ്റുകൾ ചേർത്തിട്ടാണ് വെൻ ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചേർത്ത് ഇത് ഇനി ഉപയോഗിക്കുമ്പോൾ ഓരോ ബ്ലോക്കുകൾ എന്തിനാണെന്നുള്ളത് കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലാവും. കൺട്രോൾ ബ്ലോക്കുകളുണ്ട്. കോർഡിനൽസുകളും അതിൻ്റെ ലൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന കൺട്രോളുണ്ട്. സെൻസ് ചെയ്യാൻ കഴിയുന്ന, ഇതാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു സെൻസർ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് ചെയ്യാൻ പോകുന്ന. ഓപ്പറേറ്ററുകളുണ്ട്. മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ, കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ ഹരിക്കാൻ, അങ്ങനെയുള്ള കുറേ ഓപ്പറേഷൻസുകൾക്കുള്ള ബ്ലോക്കുകളുണ്ട്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ പുതിയ ബ്ലോക്കുകൾ ഉണ്ടാക്കാം. അങ്ങനെയുള്ള ബ്ലോക്കുകളാണ് ഇവിടെ ഉള്ളത്. സെൻസർ ഉപയോഗിച്ചുള്ളൊരു കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ലൈൻ ഫോളോവർ പോലെയുള്ള ഒരു കാർ പ്രവർത്തിക്കുന്നത്. അതിന് നമുക്ക് ഈ സ്പ്രൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഒന്നുകിൽ നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ കട്ട് എന്ന് പറയുന്ന ഡിലീറ്റ് വേറെ ഒന്നുണ്ട്, ഇതെടുത്ത് ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ തൽക്കാലം ഡിലീറ്റ് കൊടുത്തു. നമുക്കിവിടെ ആദ്യം ഒരു ബാക്ക് ഡ്രോപ്പ് കൊണ്ടുവരേണ്ടതുണ്ട്. ആദ്യമായിട്ട് കൊണ്ടുവരേണ്ടത് ബാക്ക് ഡ്രോപ്പാണ്. ബാക്ക് ഡ്രോപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി താഴെ ഫയലിൽ ഒന്ന് ബാക്ക് ഡ്രോപ്പ് ഫ്രം ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫയലിൽ നിന്നും ഒരു ബാക്ക് ഡ്രോപ്പിനെ കൊണ്ടുവരാണ്. അത് road.png എന്ന് പറയുന്ന ഒരു ബാക്ക് ഡ്രോപ്പാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ അടിക്കുക. അപ്പോൾ റോഡ് ഇവിടെ വരികയുണ്ടായി, കാണാല്ലേ, റോഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെൻസർ കാറിനെയാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് സ്പ്രൈറ്റാണ്. ഇത് ഇളക്കമില്ലാത്തൊരു സാധനമാണ് ബാക്ക് ഡ്രോപ്പുകൾ. ഇനി സ്പ്രൈറ്റിനെ കൊണ്ടുവരണം. മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റായിട്ടുള്ള സ്പ്രൈറ്റിനെയും നമ്മൾ ഫയലിൽ നിന്ന് കൊണ്ടുവരികയാണ്. അത് നമ്മളെടുക്കുന്നത് ഒരു കാർ വിത്ത് സെൻസർ .png എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു. അപ്പോൾ നമ്മുടെ കാറ് വന്നു. ഇനി ഇത്രയും വലിപ്പം ഈ റോഡിലൂടെ ഈ കാർ ഓടില്ല. അപ്പോൾ ഇതിനൊന്ന് ചെറുതാക്കേണ്ടതുണ്ട്. അതിന് ഇവിടുന്ന് മുകൾ ഭാഗത്തെ മെനു ഒന്ന് ഷ്രിങ്ക് എന്ന് പറയുന്ന ആ ഒരു ടാബ് എടുക്കുക. ഷ്രിങ്ക് അതെടുത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് ചെറുതാവും. കണ്ടോ, ചെറുതാക്കാം. വലുതാക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഗ്രോ എന്ന് പറയുന്നുണ്ട്, അതെടുത്താൽ അത് വലുതാവും ചെയ്യും. ഇനി നമ്മളിത് പ്രവർത്തിക്കുന്നതിന് മുൻപേ പ്രോഗ്രാമിംഗ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതായത് ഈ സ്ക്രാച്ചിൻ്റെ ഒരു മോട്ടോ തന്നെ അതാണല്ലോ, നമുക്ക് ഇമാജിൻ, പ്രോഗ്രാം, ഷെയർ. അതാണ് സത്യത്തിൽ ഒരു സ്ക്രാച്ചിൻ്റെയൊക്കെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഇമാജിൻ ചെയ്യണം. ആ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങൾ നമ്മുടെ തലച്ചോറിനുണ്ടാവണം. ആ പ്രോഗ്രാമിങ്ങുകൾ ഷെയർ ചെയ്യപ്പെടണം, അറിവുകൾ ഷെയർ ചെയ്യപ്പെടണം. അതാണ് ഇതിൻ്റെ മോട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ കാറ് എങ്ങനെയാണ് ഇതിലൂടെ മൂവ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ കാറ് മൂവ് ചെയ്യണമെങ്കിൽ ചില പ്രോഗ്രാമുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്കിതിനെ മൂവ് ചെയ്യിക്കാം? അപ്പോൾ സത്യത്തിൽ ഇത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇതിൻ്റെ മുൻഭാഗത്ത് 2 സെൻസറുകൾ കാണുന്നുണ്ട്, കാണാല്ലേ, 2 സെൻസറുകളുണ്ട്. അപ്പോൾ ഈ കാറ് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓടണമെങ്കിൽ ചിലപ്പോൾ വളവുകളും തിരിവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു സെൻസർ, പച്ച സെൻസറും നീല സെൻസറും, ഇതിനൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ, അപ്പോൾ നോക്കൂ ഇവിടെ വന്നു. ഇതിൽ നമ്മൾ ഈ പച്ച സെൻസർ റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ, അതായത് പച്ച വെള്ളയിൽ തൊട്ടാൽ എന്ത് സംഭവിക്കണം? ഇത് ഇങ്ങോട്ട് കറങ്ങണം, അതായത് ലെഫ്റ്റിലേക്ക് കർവ് ചെയ്യണം, അല്ലേ? അങ്ങനെ മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ
തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിലോ, ഒന്ന് വലുതാക്കാം ഞാനതിനെ. ഈ നീല സെൻസർ ഈ വെള്ളയിൽ തൊട്ട് കഴിഞ്ഞാൽ, അതായത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ എന്ത് വേണം? നേരെ റോട്ടിലേക്ക് കയറണമെങ്കിൽ റൈറ്റിലേക്ക് കയറണം, അതായത് റൈറ്റിലേക്ക് കർവ് ചെയ്യണം. അപ്പോൾ പച്ച ഈ പുറത്തെ വെള്ളയിൽ തൊട്ടാൽ ഇടത്തോട്ട് ചെരിയണം കാറ്. നീല സെൻസർ ഉള്ളിലുള്ള വെള്ളയിൽ തൊട്ടാൽ അത് വലത്തോട്ട് തിരിയണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കും. ഇനി അതിന് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ കൂടെ ഉണ്ട്, നമുക്കത് വെച്ച് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കാറിനെ ഒന്ന് കുറച്ച് ചെറുതാക്കാം. കാർ ഒന്ന് ചെറുതാക്കി പുറത്ത് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്കത് മൂവ് ചെയ്യിക്കാൻ കഴിയും. യെസ്, അത്ര നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവൻ്റ് എടുക്കുകയാണ്. ഇവൻ്റ് എടുത്തിട്ട് നോക്കൂ, വെൻ ഒരു കൊടിയുടെ നിറങ്ങാണ്, വെൻ ഫ്ലാഗ് ക്ലിക്കഡ്, അതായത് ഇതാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് മൂവ് ചെയ്യണം. വെൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ ഇത് മൂവ് ചെയ്യണം. അതിന് മുൻപ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിന്ന് എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ അരികിൽ എവിടെയെങ്കിലും ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? അത് ബൗൺസ് ചെയ്യണം, ഒരടി പിന്നോട്ട് മാറണം. അതിനുള്ള കമാൻഡാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഈഫ് ഓൺ എഡ്ജ് ബൗൺസ് എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓരോന്നിനും ഈ കളറുകൾ നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പോൾ നമുക്കിത് മോഷനൊരു കളർ, ഓരോന്നിനും ഓരോ കളറുകളാണല്ലോ. അപ്പോൾ നമുക്കത് മോഷനിലൊന്ന് പോയി നോക്കാം. ഈഫ് ഓൺ എഡ്ജ് ബൗൺസ് കണ്ടോ, ഇതാ ഈഫ് ഓൺ എഡ്ജ് ബൗൺസ്. അത് നമ്മളിവിടെ കൊണ്ടുവിടുകയാണ്. വായിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ നമുക്ക് കോഡിനെ വലിപ്പം കൂട്ടാം കേട്ടോ. അത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, കോഡിനെ നമുക്ക് വലിപ്പം കൂട്ടി വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാം. ഈഫ് ഓൺ എഡ്ജ് ബൗൺസ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈഫ് ഓൺ എഡ്ജ് ബൗൺസ് ആണെങ്കിൽ ഇത് മൂവ് 1 സ്റ്റെപ്പ് എന്ന് കൊടുത്താൽ, ഒരു സ്റ്റെപ്പ് അത് മൂവ് ചെയ്യണം. അതെവിടെ തന്നെ ഉണ്ടാവും, ഇതേ ഇതിൽ തന്നെ ഉണ്ടാവും. മൂവ് 10 സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് മാറ്റാം. ഒന്ന് ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, എന്നിട്ട് അവിടെ 1 എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഈഫ് ഓൺ എഡ്ജ് ബൗൺസ് മൂവ് 1 സ്റ്റെപ്പ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് പുറത്തേക്ക് പോയാൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചു. ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇനി നമ്മൾ ഈ സെൻസർ ഉപയോഗിച്ച് ഇതിനെ മൂവ് ചെയ്യിക്കുകയാണ്, തെറ്റാതെ മൂവ് ചെയ്യാം. ഏത് കമാൻഡുകൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് കൊടുക്കട്ടോ. നമ്മുടെ മനസ്സിലുള്ള ആദ്യം ഇത് ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലും എവിടേക്ക് തിരിച്ചു വരണം? ഇതിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇനി ഇതിലൂടെ ഓടാനുള്ളത് നമ്മൾ കൊടുക്കുക. അതിന് സെൻസറുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ 2 സെൻസറുകളെ വർക്ക് ചെയ്യണമെങ്കിൽ സെൻസറുകൾ എവിടെ? സെൻസിങ് എന്ന് പറയുന്നതിൽ പോകണം. സെൻസിങ്. അപ്പോൾ അതിൽ സെൻസിങ്ങിൽ പോകുമ്പോൾ ഇതൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. കണ്ടീഷണൽ സെൻസിങ് ആണ് ഈ പറയാൻ പോകുന്നത്. അതായത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് വന്നാൽ ഇന്നത് എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. കണ്ടീഷൻ വരുന്നത് എപ്പോഴും എവിടെയായിരിക്കും? കൺട്രോളിൽ പോവാം. നമുക്ക് ആദ്യം കൺട്രോളിൽ പോയിട്ട് ഈഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതെടുത്ത് വയ്ക്കാം. ഈഫ് കണ്ടീഷനാണ്. ഈഫ് ദെൻ ഇവിടെയാണ് സെൻസർ ഉപയോഗിക്കേണ്ടത്. ഈഫ് ദെൻ ഇവിടെ എന്തെങ്കിലും ഒരു സെൻസിങ് ഉപയോഗിക്കാം. നമുക്ക് ഈ കളർ സെൻസിങ് ഉപയോഗിക്കാം. അപ്പോൾ സെൻസിങ് എടുത്തു. അതിൽ ഈഫ് കളർ ഒന്ന് ടച്ച് ചെയ്താൽ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇവിടെ പച്ച വെള്ളയിൽ ടച്ച് ചെയ്താൽ, അപ്പോൾ ഇതെടുക്കാം. നമുക്ക് ഇതെടുത്ത് ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സെൻസറുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി സെൻസിങ് ഈ 2 കൊടുക്കണം. കളർ സെൻസിങ് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ പച്ചയിൽ കൊടുത്തിട്ട്, ആദ്യം നമ്മൾ പച്ചയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത്. പച്ചയിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ ഇത് പച്ചയായി മാറി, കണ്ടോ? ഇനി ഈ പച്ച ഗ്രീൻ ഈസ് ടച്ചിങ് എവിടെ? വൈറ്റിൽ. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലൊരു കൈയിൻ്റെ ചിഹ്നം വരും. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് വന്നു? വൈറ്റ് കളർ വന്നു. അപ്പോൾ കളർ ഗ്രീൻ ഈസ് ടച്ചിങ് വൈറ്റ്. അപ്പോൾ ഇത് ഇവിടെ തൊട്ടാൽ എവിടേക്ക് തിരിയണം? നേരെ ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത് അല്ലേ? അപ്പോൾ മൂവ്മെൻറ്റ് കൊടുക്കണം. മൂവ്മെൻറ്റ് എവിടെ ഉണ്ടാവും? മോഷനിൽ പോയാൽ മതി. ഈ ലെഫ്റ്റിലേക്ക് കറങ്ങുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ടേൺ ലെഫ്റ്റ്. അതൊരു 5 ഡിഗ്രി ഒക്കെ കൊടുത്താൽ മതി. ഒരു 5 ഡിഗ്രി നമ്മൾ കൊടുത്തു. ടേൺ ലെഫ്റ്റ്. ഇനി എന്ത് ചെയ്യണം? അടുത്ത സെൻസർ കൊടുക്കണം. ഇതന്നെ ഈഫ് വെച്ചിട്ട് കണ്ടീഷൻ സെൻസിങ് ആണ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. കാണാമല്ലേ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക, അത് ഇതിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇനി നമുക്കിത് രണ്ടും ഇവിടെ എടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഈ കളർ അടുത്തത് ഇനി നീലയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നീലയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഇത് നീല കളറായി. ഇനി ഇത് ക്ലിക്ക് ചെയ്യുക, ഇവിടുത്തെ ഒന്ന് ടച്ച് ചെയ്യുക. നേരത്തെ പുറത്തുള്ള വൈറ്റ് അല്ല, ഒക്കെ ഒന്ന് തന്നെയാണെങ്കിലും ഇത് നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വന്നു. അപ്പോൾ കളർ ബ്ലൂ ഈസ് ടച്ചിങ് ദിസ് വൈറ്റ്. ദെൻ എന്ത് ചെയ്യണം, ഇത് ഇവിടെ ടച്ച് ചെയ്താൽ ഇങ്ങോട്ടാണ് കറങ്ങേണ്ടത്. അപ്പോൾ ഇത് മാറ്റണം, ടേൺ ലെഫ്റ്റ് എന്നുള്ള മാറ്റിയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എടുത്ത് ഇങ്ങോട്ട് തന്നെ വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ടേൺ റൈറ്റ് കൊടുക്കണം, ടേൺ റൈറ്റ്, അതും ഒരു 5 ഡിഗ്രി കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചെറുതാക്കാം. ഇനി ഇതിൻ്റെ റോഡിൻ്റെ വലിപ്പത്തിലേക്ക് നമുക്ക് ചെറുതാക്കാം. നേരത്തെ സെൻസർ കാണാൻ വേണ്ടിയാണ് ഞാൻ വലുതാക്കിയത്. അപ്പോൾ അത് ഇവിടെ വെച്ചു. ഇനി നമുക്കിത് തുടർച്ചയായി പ്രവർത്തിക്കണ്ടേ? തുടർച്ചയായി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഫോർ എവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കണം. ഫോർ എവർ അതെവിടെ ഉണ്ടാവും? കൺട്രോളിൽ പോയാൽ കിട്ടും. ഇതോരോന്നും പഠിച്ചു വയ്ക്കണം, ഏതെല്ലാം ഏതൊക്കെ ബ്ലോക്കിൽ കിട്ടും എന്നുള്ളത്. ഫോർ എവർ, ഇതിലെവിടെയെങ്കിലും ഫോർ എവർ ഉണ്ടോ നോക്കൂ, ഇതാ കിടക്കുന്നു ഫോർ എവർ. അപ്പോൾ ഫോർ എവർ എന്നുള്ളത് ഇവിടെ എവിടെയാണ് വയ്ക്കുന്ന സ്ഥാനം ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഫോർ എവർ ഇവിടെ കൊടുത്തു, കാണാല്ലേ, ഫോർ എവർ. ഇനി ഏറെക്കുറെ നമ്മുടെ കോഡിങ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്ത് പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചു. നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമാജിനേഷൻ ഉണ്ട്, അതിനനുസരിച്ച് പ്രോഗ്രാമിംഗ് ചെയ്തു. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കണം. അതിനാദ്യം ഇവിടെ കൊടുക്കണം. ഇതാണ് നമ്മുടെ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്. അതാ ഒന്ന് നോക്കൂ, ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് കണ്ടോ? അതായത് ഓരോന്ന് തൊടുമ്പോഴും, അതായത് പച്ച വെള്ളയിൽ തൊടുമ്പോൾ ഇടത്തോട്ട് കറങ്ങും, നീല വെള്ളയിൽ തൊടുമ്പോൾ അത് റൈറ്റിലേക്ക്, ഇടത്തോട്ട്. നീല വെള്ളയിൽ തൊട്ട ഇടത്തോട്ടും, പച്ച വെള്ളയിൽ തൊട്ട വലത്തോട്ടും അത് മൂവ് ചെയ്യും. ഇനി ഇവിടെ ഇത് വെച്ചാൽ സ്റ്റോപ്പ് ആവും. ഇതിനെ ചുരുക്കാൻ, സ്റ്റേജ് കാണാൻ ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നാൽ മതി. പ്രോഗ്രാമിംഗ് ഇവിടെ കിട്ടും നമുക്ക് കോഡുകൾ. ഇങ്ങനെയാണൊരു സെൻസർ കാറിൻ്റെ പ്രവർത്തനം. വളരെ ലളിതമായൊരു പ്രവർത്തനമാണ്. ആദ്യത്തെ ലളിതമായ പാഠങ്ങളാണ് ഇതിലുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.